ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് പറഞ്ഞു. ദേ ഹാവ് 3 ബ്രാഞ്ചസ്: ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആൻഡ് ഫോറിൻ ബ്രാഞ്ചസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഹെഡ് ഓഫീസ് കൊടുക്കുന്ന ഗുഡ്സ് മാത്രമാണ് ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് സെയിൽ ചെയ്യുള്ളൂ. അല്ലാതെ വേറെ, അതായത് ഹെഡ് ഓഫീസിൽ നിന്നല്ലാതെ വേറെ ബിസിനസ് കൺസേൺസിൽ നിന്ന് കൂടി ഗുഡ്സ് വാങ്ങിയിട്ട് എന്ത് ചെയ്യില്ല, സെയിൽ കണ്ടക്ട് ചെയ്യില്ല. അവിടെ പൂർണ്ണമായിട്ടും പവർ ആർക്കായിരിക്കും? ഹെഡ് ഓഫീസിനായിരിക്കും. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് they have 4 main methods of accounting for dependent branches. അവിടെ 4 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്: ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഇനി 4 മെത്തേഡാണ് ഒരു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡെപ്റ്റേഴ്സ് സിസ്റ്റം അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഫസ്റ്റിലുള്ള ഈ 2 മെത്തേഡ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ: ഡെപ്റ്റേഴ്സ് സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് എ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഇറ്റ്സ് പർപ്പസ് ഇസ് ടു അസർടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഈച്ച് ബ്രാഞ്ച്. ഇവിടെ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ കേസിൽ ഹെഡ് ഓഫീസ് നമ്മൾ പറഞ്ഞു. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിലാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ ഹെഡ് ഓഫീസാണ് ഓരോ ബ്രാഞ്ചിൻ്റെയും മേജർ അക്കൗണ്ട്സ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ബ്രാഞ്ചസ് എന്ത് മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ? ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് മാത്രം. അവിടെ നോക്കുക. അപ്പോൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വരുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് വരുന്നുണ്ട്, ഫോറിൻ ബ്രാഞ്ച് വരുന്നുണ്ട്. ഇതിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന 4 മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്: ഡെപ്റ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അതിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റവും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ. അതിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഇതിനകത്ത് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ ഹെഡ് ഓഫീസ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ബ്രാഞ്ച് അക്കൗണ്ട് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ പർട്ടിക്കുലർ പീരീഡിലുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ്, ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും, ഇത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫീസ് പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഇപ്പം ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്ന മേജർ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും ആയിരുന്നു. അപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെയും, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ബ്രാഞ്ച്. പർട്ടിക്കുലർ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് ഞാൻ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് അതിൻ്റെ സ്പെസിമെൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾ സാധാരണ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ആ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ പിന്നെ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ദെൻ എ ബ്രാഞ്ച് ഈസ് അസ്യൂംഡ് ടു ബി എ ഡെപ്റ്റർ ഓഫ് ഹെഡ് ഓഫീസ്. സാധാരണ ഈ ഒരു ഡെപ്റ്റർ സിസ്റ്റത്തിനകത്ത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനെ ഹെഡ് ഓഫീസ് കാണുന്നത് ഹെഡ് ഓഫീസിൻ്റെ ഡെപ്റ്ററായിട്ടാണ്. ഹെഡ് ഓഫീസിൻ്റെ ഡെപ്റ്ററാണ് ആര്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹെഡ് ഓഫീസാണ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ബ്രാഞ്ച് ഗുഡ്സ് വിൽക്കുക ചെയ്യുക. എന്നിട്ട് വിറ്റിട്ട് ക്യാഷ് ആർക്ക് കൊടുക്കുക ചെയ്യുക? ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഹെഡ് ഓഫീസ് എപ്പോഴും ബ്രാഞ്ചിനെ ഹെഡ് ഓഫീസ്
ബ്രാഞ്ചിനെ കണക്കാക്കുന്നത് ഡെപ്റ്റർ ആയിട്ടാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കടത്തിനൊരാൾക്ക് സാധനം വിൽക്കുമ്പോഴാണ് അവിടെ ഡെപ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഹെഡ് ഓഫീസ് പെട്ടെന്ന് തന്നെ ബ്രാഞ്ചിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങുന്നില്ല. ഗുഡ്സ് അവരുടെ തന്നെ ഹെഡ് ഓഫീസിൻ്റെ തന്നെ പാർട്ടാണ് ആര്, ബ്രാഞ്ച് എന്ന് പറയുന്നത്. എന്നാലും ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിന് കൊടുക്കും. ബ്രാഞ്ച് വിൽപ്പന നടത്തിയിട്ട് ക്യാഷ് തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ ഹെഡ് ഓഫീസ് അറ്റ് എ ടൈം ബ്രാഞ്ചിനെ കാണുന്നത് ആരായിട്ടാണ്, ഹെഡ് ഓഫീസിൻ്റെ ഡെപ്റ്ററായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ദെൻ the head office record only the transactions that take place between itself and its branches. ബ്രാഞ്ചിലേക്ക് ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് ആണ് ഹെഡ് ഓഫീസ് അവരുടെ ബുക്സിൽ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദിസ് മെത്തേഡ് ഇസ് ജനറലി ഫോളോഡ് വെൻ ദ സൈസ് ഓഫ് ദ ബ്രാഞ്ച് ഈസ് സ്മോൾ. സാധാരണ ബ്രാഞ്ച് ചെറിയൊരു ബ്രാഞ്ച് ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊരു ഡെപ്റ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് ഐദർ അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ അറ്റ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ് എന്നാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫീസ് വേറെ എവിടുന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ടായിരിക്കില്ലേ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിൽ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഗുഡ്സിൻ്റെ പ്രൈസ് അതൊന്നുകിൽ കോസ്റ്റ് പ്രൈസിലാവാം അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിലാവാം വിൽപ്പന നടത്തുന്നത്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് മെത്തേഡ് മീൻസ് അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻഡ് ടു ദ ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് ടു ദ ഹെഡ് ഓഫീസ്. ഹിയർ കോസ്റ്റ് പ്രൈസ് മീൻസ് പർച്ചേസ് പ്രൈസ് plus any purchase expenses incurred on the goods. No profit is added to the price. അതായത് ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് പുറത്ത് എവിടെന്നെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യുമല്ലോ വിൽപ്പന നടത്താനായിട്ട്. എന്നിട്ട് ആ ഗുഡ്സാണ് ആർക്ക് കൊടുക്കുന്നത്, ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ബ്രാഞ്ചിലേക്ക് കൊടുക്കുമ്പം ഹെഡ് ഓഫീസിന് പർട്ടിക്കുലർ ഗുഡ്സ് വാങ്ങിക്കാൻ വന്നിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ആ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ചിലവുകൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ചേർത്തിട്ടുള്ള പ്രൈസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്ന ഗുഡ്സിലേക്ക് കണക്കാക്കുള്ളൂ. അതിലേക്ക് എന്ത് ആഡ് ചെയ്യില്ല, പ്രോഫിറ്റ് പോർഷൻ ആഡ് ചെയ്യില്ല. അതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് എന്തും ഉണ്ടാവും, ഈ പറഞ്ഞിട്ടുള്ള പർച്ചേസ് പ്രൈസും ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ബ്രാഞ്ച് വിൽപ്പന നടത്തുന്നത് എങ്ങനെയായിരിക്കും, കോസ്റ്റ് പ്രൈസിനോട് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് പബ്ലിക്കിന് വിൽക്കുന്നത്, സെയിൽ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് എങ്ങനെയായിരിക്കും, കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ജസ്റ്റ് എത്രയാണോ പർട്ടിക്കുലർ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള പർച്ചേസ് പ്രൈസ്, അതുപോലെ തന്നെ പർച്ചേസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ഗുഡ്സ്, ഇത് മാത്രമേ എന്തിൽ വരുള്ളൂ, കോസ്റ്റ് പ്രൈസിൽ വരുള്ളൂ. ദർ ഈസ് നോ പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു ദ പ്രൈസ്. ആ പ്രൈസിലേക്ക് എന്ത് ആഡ് ചെയ്യില്ല, സർട്ടൺ പോർഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ. ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസ് ചൂസ് ചെയ്യുന്ന 4 മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. ആ ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ തന്നെ നമുക്ക് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിലും കണക്കാക്കാം, സെല്ലിംഗ് പ്രൈസിലും കണക്കാക്കാം. അതിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യാത്ത പ്രൈസാണ് എന്തിനു കൊടുക്കുന്നത്, ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ജേർണൽ എൻട്രീസ് നോക്കാം. ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്സാണ് പറയാൻ പോകുന്നത്. അതിലെങ്ങനെയാണ് ജേർണൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജേർണൽ വരുന്നത് നോക്കാം. അത് അടുത്ത വീഡിയോയിൽ പറയാം.